ദേവൻ ഇറങ്ങാൻ പോവാണ്, ഈ വെള്ളിയാഴ്ച ഇറങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ റിലീസ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ജൂനിയർ NTR ജാൻവി കപൂറും പ്രധാന കഥാപാത്രമായി എത്തിയ ദേവരയാണ്. ഇതിന്റെ പാർട്ട് 1 റിലീസ് ട്രെയിലർ നമ്മളിപ്പോ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ നമുക്ക് ട്രെയിലറിലോട്ട് പോയി ബാക്കി സംസാരിക്കും. ഞാൻ ഇന്നലെ പേടിപ്പെടുത്തുന്നൊരു സ്വപ്നം കണ്ടു ജോഗിലമ്മ. ഈ സമുദ്രം രക്തം കലർന്ന് ചെങ്കടലായി മാറിയെന്ന അതിന് കാരണം ഞാനും എന്റെ ഈ കൈകളുമാണെന്ന്. ഭയമില്ലാതാക്കാൻ ദൈവത്തിന്റെ കഥ കേൾക്കാറില്ലേ? എന്നാൽ ഭയം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദേവരയുടെ കഥ കേൾക്കണം. സമുദ്രത്തിൽ ഒരു ദേവര ഉണ്ടായാൽ മതി. ഇനി ഒരു ദേവരയും മലയിലുണ്ടാക്കിയാൽ നിനക്കത് ഗുണം ചെയ്യില്ല വൈറ. അവനിൽ എന്തോ ഉണ്ട്. കുട്ടിക്കാലം മുതൽ എനിക്ക് അറിയാവുന്ന വരാനിരിക്കുന്നത് പരീക്ഷണ കാലമാണ് ദേവര. എല്ലാവരെയും വിശ്വസിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. ദേവര പറയുന്നത് അത് പാലിക്കാനാ. അപ്പൊ കൊരട്ടല ശിവ നമ്മള് പ്രഭാസിന്റെ മിർച്ചിയൊക്കെ ചെയ്ത ആളാണ്. കഥയിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം മാസ് പടങ്ങള് കഥയിൽ നിൽക്കുന്നതല്ല, അതിന്റെ മേക്കിങ്ങിൽ നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം ഡയറക്ഷൻ കണ്ടെടുത്തോളം ഗംഭീരമായിട്ടുണ്ട്. ആ ഡോൾഫിൻ ആയിട്ടുള്ള സീനുകളിൽ എങ്ങനെയായിരിക്കും അത് റിയലിസ്റ്റിക് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നത് അറിയില്ല. ഇതിന് മുന്നേ റിലീസ് ട്രെയിലർ അല്ലാതെ ഇറങ്ങിയതുണ്ടല്ലോ, അതാണ് എനിക്ക് ഇതിലും ഗംഭീരമായിട്ട് തോന്നിയത്. ഇത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അപ്പം എത്രമാത്രം കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവരുന്നുള്ളതാണ്. ദേവരാന്നുള്ള ഒരു ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയം എന്താണെന്ന് അറിയണമെങ്കിൽ അത് ദേവര ആരാണെന്ന് അറിയണമെന്നുള്ളൊരു ഡെഫിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗംഭീരമായ ബിൽഡപ്പ് ഉണ്ട് ദേവരാന്നുള്ള ക്യാരക്ടർ. ദേവരാന്നുള്ളത് ഒരു അച്ഛൻ കഥാപാത്രമാണെന്ന് നമുക്ക് കഴിഞ്ഞ ട്രെയിലറിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇത് മകനാണ്. സെയ്ഫ് അലി ഖാൻ ആണ് ഇവിടെ വില്ലനായിട്ട് വരുന്നത്. സെയ്ഫ് അലി ഖാൻ ദേവരയുടെ മകനായിട്ട് വരുന്ന ജൂനിയർ NTRനെ കൊല്ലാനോ അല്ല ചതിക്കാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ട്രെയിലറിൽ സെയ്ഫ് അലി ഖാൻ ദേവരയുടെ മകനായിട്ട് കൈകോർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ദേവര അച്ഛൻ്റെ അത്ര ഒരു ധൈര്യമൊന്നും മകനില്ല പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മകനെയായിരിക്കും നമ്മളിൽ കാണുന്നത്. മിക്കവാറും പാർട്ട് 2-ലായിരിക്കും ദേവര എന്നുള്ള റിയൽ ക്യാരക്ടറിന് റിവീൽ ചെയ്തിട്ടുണ്ടാവും. സംതിങ് ലൈക്ക് ബാഹുബലിയാണെന്ന് തോന്നുന്നു. മകനെ കാണിച്ച് പിന്നെ അച്ഛനെ കാണിക്കാനുള്ള ഒരു സ്റ്റൈലാണത്. എന്തായാലും RRR ശേഷം ജൂനിയർ NTR വരുന്ന ഒരു പടമാണ്. ആ ഒരു ഹൈപ്പ് പടത്തിന് ഹൈ ആയിട്ടുണ്ട്. കാരണം അത് അത്ര ബ്രഹ്മാണ്ഡ പടമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പടത്തിന്റെ അതിന്റെ ഒരു വെയിറ്റിംഗ് സത്യത്തിന് പടത്തിനുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് ഗംഭീര മ്യൂസിക് ആയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലറിലായാലും റിലീസ് ട്രെയിലറിലായാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പടത്തിന് കൊടുക്കുന്ന ഒരു എലിവേഷൻ ഹൈ ആണ് ട്രെയിലറിൽ കണ്ടെടുത്തോളം. പിന്നെ പാട്ടെല്ലാം ഗംഭീരമാണല്ലോ. അപ്പം വേറെ ലെവൽ മ്യൂസിക്കൽ ഒരു സിനിമാറ്റിക് ഫീലിംഗ് തരാനുള്ള സാധ്യതകളുണ്ട്. സാബു സീരിയലിന്റെ നമ്മൾ മലയാളത്തിൽ സാബു സീരിയലാണ് പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് പോയിട്ടുള്ളത്. അപ്പം ഇതിന്റെ മേക്കിങ്ങും ഇതിന്റെ വിഷ്വൽസും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അനാവശ്യമായ കാര്യങ്ങളൊന്നും സിനിമയിൽ ചേർത്തില്ല എങ്കിൽ, അതായത് നായകൻ കൊടുംഭീകരനാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി അനാവശ്യമായ മാസ് സീനുകൾ ചേർത്തില്ല എങ്കിൽ കൺവിൻസിങ് ആയ രീതിയിൽ തന്നെയാണ് എനിക്ക് ട്രെയിലറും റിലീസ് ട്രെയിലറും അനുഭവപ്പെട്ടത്. രണ്ടിലും മേക്കിംഗ് പരമായിട്ട് ഗംഭീരമായിട്ട് വിഷ്വലി അടിപൊളിയായിട്ടാണ് തോന്നിയത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ഉണ്ട് വെള്ളിയാഴ്ച ഇറങ്ങാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാൻവി കപൂർ ജൂനിയർ NTR പെയർ ചെയ്യുന്നത്, അതായത് ഞാൻ മുന്നത്തെ ട്രെയിലറിലും പറഞ്ഞു, അതായത് NTRും ശ്രീദേവിയും കൂടെ മുന്നേ അഭിനയിച്ച ഒരു കപ്പിളാണ്. സോ അവരുടെ കുട്ടികൾ അഭിനയിക്കുന്നു, അവരുടെ മക്കൾ അഭിനയിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. കാരണം ഒരുപാട് തെലുങ്ക് ജൂനിയർ NTR ഫാൻസ് ഒക്കെ ഇങ്ങനെ ഒരു മാഷപ്പ് പോലെ ഇട്ടൊക്കെ കണ്ടു. അപ്പം ആ ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട്.
പിന്നെ പാട്ടുകളൊക്കെ ഗംഭീരമാണ്. ചുട്ടമല്ലേ എന്നുള്ള പാട്ടൊക്കെ ഗംഭീരമാണ്. എല്ലാവരും അത് ഏറ്റെടുത്ത് കൊണ്ടുപോയ പാട്ടാണ്. അപ്പം എന്തായാലും മ്യൂസിക്കലി എല്ലാം ഹെവിയാണ് പടം. എനിക്ക് തോന്നുന്നു സിനിമാറ്റോഗ്രാഫി പരമായിട്ടൊക്കെ അടിപൊളിയാണെന്ന് തോന്നുന്നു കണ്ടിടത്തോളം. എന്തായാലും കടലിലെ സീനുകൾ കാഴ്ചകൾ കാണാൻ തന്നെ ഒരു വലിയൊരു ശതമാനം കാഴ്ചകൾ കൊണ്ട് തന്നെ ഈ പടം ഹൈപ്പിലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ജൂനിയർ NTRന്റെ പടം എന്നുള്ളൊരു ഹൈപ്പ് പടം ദേവര എന്നുള്ള പടത്തിൽ ഓൾവേസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് കട്ട വെയിറ്റിംഗ് ആണ്. എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? നിങ്ങളൊരു ജൂനിയർ NTR ഫാൻ ആണോ? എങ്ങനെയുണ്ട് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? എന്തൊക്കെയാണ് സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാം താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റോ റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം ആണ്. അതുവരെ ബൈ ബൈ.